ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ആദ്യാലിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള മീനും കപ്പയും കൂടിയുള്ള ഒരു റെസിപ്പിയാണ് ഇത്. സാധാരണ നമ്മൾ കപ്പ കുഴച്ചിട്ടോ അല്ലെങ്കിൽ മീൻ കറി വെച്ചിട്ടോ കഴിക്കുന്നത് പോലെ അല്ല, ഒരു കിഡിലൻ സംഭവമാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യാലിസ് കിച്ചൺ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള കപ്പ ഫ്രോസൺ കപ്പയാണ്. നിങ്ങൾ കപ്പ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് കപ്പ നോക്കിയിട്ട് എടുക്കാൻ നോക്കണേ. 1 കിലോയുടെ ഒരു പാക്കറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ട് 1-2 പ്രാവശ്യം നമുക്കിത് കഴുകിയെടുക്കണം. എന്നിട്ട് നമുക്ക് പാകത്തിനുള്ള വെള്ളവും വെച്ചിട്ട് ഇതങ്ങ് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. കപ്പ ഇവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്കിനി കുറച്ച് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതുപോലെ തന്നെ മീനും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കപ്പയ്ക്കും മീനിനും വേണ്ടിയിട്ടുള്ള ഒരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് ഒരു സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ സൈസ് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വലിയ വെളുത്തുള്ളി വേണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 3-4 തണ്ട് കറിവേപ്പില വരും. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2 വറ്റൻമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വറ്റൻമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവാണ് വറ്റൻമുളകിന്. ഇനി നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളകാണ് ഉള്ളതെങ്കിൽ 4 മുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കല്ലിൽ വെച്ചിട്ട് തന്നെ ചതച്ചെടുക്കാം. ഇനി ഈ കല്ലിൽ വെച്ച് തന്നെ ഇതെല്ലാം ചതച്ചെടുക്കണം. നമ്മുടെ കയ്യിലൊക്കെ മിക്സിയുണ്ട്. മിക്സിയിൽ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഈ കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുക്കുകയാണ്. ഇതിങ്ങനെ ചതച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. ഈ ഒരു രീതിയിൽ വേണം ഒന്ന് ചതച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഇനി 1.5 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ഒന്ന് ചേർത്ത് ബാക്കിയുള്ള ഉള്ളിയും കൂടെ അങ്ങ് ചതച്ചെടുത്തിട്ട് വരാം. എന്നിട്ടിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ അങ്ങ് എടുക്കണം. ഇനി നമുക്ക് മീനിന് വേണ്ടുന്ന ഒരു മസാല തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളൻ പുളി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉള്ളിയും മുളകും എല്ലാം ചതച്ച് വെച്ചതിനകത്ത് നിന്ന് ഒരു 2.5 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചുവന്നുള്ളി ചേർത്ത കൂട്ടത്തിൽ ഒരു മീഡിയം സൈസ് സവാളയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഉള്ളിയുടെ ക്വാണ്ടിറ്റി മൊത്തത്തിൽ 150 ഗ്രാമാണ്. അപ്പോൾ നമുക്ക് 150 ഗ്രാം ചുവന്നുള്ളി മാത്രം എടുക്കാം കേട്ടോ. അപ്പം ചുവന്നുള്ളി വെച്ചിട്ട് തന്നെ ഈ മസാല തയ്യാറാക്കി എടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചുവന്നുള്ളി ഉള്ളതുകൊണ്ടാണ് ഒരു സവാളയും കൂടി ഞാൻ ചേർത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം മൊത്തത്തിൽ ചുവന്നുള്ളിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആദ്യം നമ്മൾ വെളിച്ചെണ്ണയും ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും വാളൻ പുളി എല്ലാം കൂടി മിക്സാക്കിയതിന് ശേഷമേ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു ഇത്തിരി കൂടി കറിവേപ്പില ചേർത്തിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി അങ്ങ് മാറ്റി വയ്ക്കാം. നമ്മളിതിലേക്ക് എത്രത്തോളം കറിവേപ്പില ചേർക്കുന്നു അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു മസാല തയ്യാറാക്കി എടുക്കുമ്പോൾ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള മീൻ അയലയാണ്. ദശക്കട്ടിയുള്ള ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ചിതമ്പലെല്ലാം കളഞ്ഞ് ഇതിൻ്റെ ചിറകുകളൊക്കെ ഒന്ന് വെട്ടിയതിന് ശേഷം ഇതിൻ്റെ കുടലും വേസ്റ്റും ഒക്കെ നമുക്കങ്ങ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ തലയും വാലും നമ്മൾ കളയുന്നില്ല. തലയ്ക്കുള്ളിലെ വേസ്റ്റൊക്കെ നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ മീൻ കട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വലിയ മീനൊക്കെ നമ്മൾ 2ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷമാണ് അത് ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെ ഈ മീൻ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി. പക്ഷേ ഇത് നമ്മൾ 2 പീസാക്കി മാറ്റുന്നില്ല. അതിൻ്റെ വാല് ഭാഗമാകുമ്പം നമ്മളത് നിർത്തിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളങ്ങ് ചെയ്തെടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. നിങ്ങൾക്കിതിൻ്റെ മുള്ളും കൂടി വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റാവുന്നതാണ്. ആ തലയുടെ ഭാഗത്തുനിന്ന് വാൽ ഭാഗത്ത് വരെയുള്ള മുള്ള് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങ് വിട്ടു പോരുന്നതാണ്. തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുള്ളൊന്നും എടുക്കാനായിട്ട് നിൽക്കേണ്ട. മീൻ മൊത്തത്തിൽ ഇങ്ങ് പോന്നേക്കും. നമ്മൾ എടുത്തിട്ടുള്ള മീൻ മുഴുവനും വെട്ടി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് മീൻ വെട്ടി ക്ലീൻ ആക്കി കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഇത് 1-2 പ്രാവശ്യം കൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം.
ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീനിലേക്ക് ഓരോന്നായിട്ട് മസാല തേച്ചങ്ങ് എടുക്കാം. നേരത്തെ നമ്മൾ ഉള്ളിയും മുളകൊക്കെ ചേർത്തിട്ട് ചതച്ച് വെച്ചിട്ടുള്ള ഒരു മസാല റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ആ മസാലയാണ് നമ്മൾ മീനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മസാല എന്ന് പറയുന്നത് ഉള്ളിയും മുളകൊക്കെ ചതച്ചെടുത്തിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മസാല തന്നെയാണ്. ഇത് നമുക്ക് മീനിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ പുറഭാഗത്തും ഒക്കെ നന്നായിട്ട് തന്നെ ആ തലഭാഗത്തും ഒക്കെ നമുക്കിത് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. മീനിലേക്ക് മസാല പിടിക്കുന്ന സമയം കൊണ്ട് കപ്പ അങ്ങ് റെഡിയാക്കി എടുക്കാം. കപ്പ ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കപ്പ നമുക്കിനി അങ്ങ് ഊറ്റിയെടുക്കാം. കപ്പയിലെ വെള്ളം നമ്മൾ ഊറ്റിയെടുത്തിട്ട് ഇതുപോലെ ഒന്നങ്ങ് ഉടച്ചെടുക്കണം. ചൂടോടുകൂടി തന്നെ ഇതങ്ങ് ഉടച്ചെടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഇതങ്ങ് പേസ്റ്റ് പോലെ അങ്ങ് ആക്കണ്ട. ചെറിയ ചെറിയ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. കപ്പ നമ്മൾ ഉടച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കപ്പ ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോയാൽ കപ്പയുടെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ അതുപോലൊരു മസാലയാണ് കപ്പയ്ക്ക് തയ്യാറാക്കുന്നത്. കപ്പയ്ക്ക് വേണ്ടുന്നൊരു മസാല തയ്യാറാക്കി എടുക്കാൻ ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഉള്ളിയും മുളകൊക്കെ ചതച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഇതൊന്ന് ബ്രൗൺ നിറം ആകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇത് എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് അങ്ങ് വാടി വരുന്ന സമയത്ത് ഇതിൻ്റെ കളറും മാറി വരും. അപ്പോഴത്തേക്ക് നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് പകരം നമുക്ക് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1-2 പച്ചമുളകും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വറ്റമുളകും അതുപോലെ തന്നെ കുരുമുളക് ചതച്ചതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് എരിവ് ഇതിന് പാകമാണ്. അപ്പം നമുക്ക് ഒത്തിരി എരിവ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2-3 പച്ചമുളകും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുള്ള കുരുമുളക് 2.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കപ്പയുടെ മസാല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ കപ്പ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് തന്നെ ഇതങ്ങ് മിക്സാക്കി എടുക്കാം. കപ്പ മസാലയിലേക്ക് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് മസാല നന്നായിട്ട് കപ്പയിലേക്ക് പിടിച്ച് കിട്ടത്തക്ക രീതിയിൽ തന്നെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കപ്പയും മസാലയും കൂടെ മിക്സ് ചെയ്തെടുക്കുന്ന ഈ സമയത്ത് കപ്പ ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകാതെ നോക്കണം. അതുപോലെ തന്നെ ഉപ്പും എല്ലാം പാകത്തിനുണ്ടോ എന്നും കൂടി നോക്കണം. ഇപ്പം നമ്മുടെ മസാലയും കപ്പയും എല്ലാം കൂടി മിക്സായിട്ട് നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി കപ്പയൊന്ന് തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് ഞാൻ കപ്പയൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കിടിലൻ ടേസ്റ്റാണ്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം മീനിലേക്ക് എങ്ങനെയാണ് ഈ കപ്പ ഫില്ല് ചെയ്തെടുക്കുന്നതെന്നും കൂടി നോക്കാം. തണുത്ത് വന്നിട്ടുള്ള കപ്പ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഇനി ഒരു ബൗളിലേക്ക് കുറച്ചൊന്ന് മാറ്റിയെടുക്കാം. മസാല തേച്ച് വെച്ചിട്ടുള്ള മീനിലേക്ക് കപ്പ ഇനിയൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു മീൻ എടുത്തിട്ട് അതിൻ്റെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഭാഗത്തേക്ക് കപ്പ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫില്ല് ചെയ്തെടുക്കേണ്ടത്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഓരോ സ്പൂണ് നമ്മൾ കട്ട് ചെയ്തിട്ട് മസാല തേച്ചിട്ടുള്ള ആ ഭാഗത്തേക്ക് ഇതേപോലെ നമുക്ക് നിറച്ച് വെച്ച് കൊടുക്കാം. അതങ്ങ് ഫില്ലായി കഴിയുമ്പോൾ നമുക്ക് അടുത്ത മീനും ഈ ഒരു രീതിയിൽ തന്നെ അങ്ങ് ചെയ്തെടുക്കണം. ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് മസാല തേച്ച് വെച്ചിട്ടുള്ള എല്ലാ മീനുകളും ഇതുപോലെ തന്നെ കപ്പയൊന്ന് ഫില്ല് ചെയ്തങ്ങ് എടുക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ, മീനിലേക്ക് നമ്മളിങ്ങനെ ഫില്ലിങ് നിറയ്ക്കുന്ന സമയത്ത് സ്പൂണ് വെച്ചിട്ട് മീനിലേക്ക് ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മീനിൻ്റെ ആ വയർ ഭാഗം അങ്ങ് പൊട്ടിപ്പോവുകയും പിന്നെ ഫില്ലിങ് നമുക്കിതിലേക്ക് നിറയ്ക്കാൻ പറ്റാതാവുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. മീനിൽ മുഴുവനും മസാല ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കുന്ന രീതി ഒന്ന് നോക്കാം. 2 രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് ഇഡ്ഡലിച്ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് സ്റ്റീമർ സ്റ്റാൻഡിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുള്ള മീൻ വെച്ച് കൊടുത്തിട്ടാണ് നമ്മളിത് അടച്ച് വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റാണ് ഇത് വെന്ത് കിട്ടുന്ന ടൈം. രണ്ടാമത്തെ രീതി, ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള 2 പീസ് മീനും നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഓവണിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ
25 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതുപോലെ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പം നമ്മുടെ മീനിൽ കപ്പ നിറച്ചത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. നല്ലൊരു മണമാണ്. ഇനി നമുക്ക് മീനിൽ കപ്പ നിറച്ചത് ഒന്ന് സെർവ് ചെയ്തെടുക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യുന്നതാണ് നല്ലത്. കഴിക്കാനും അതുപോലെ തന്നെയാണ് ടേസ്റ്റ്. ഇതിപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കിഡിലും ടേസ്റ്റാണ്, ഒരു രക്ഷയുമില്ല. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് കൊടുത്തിട്ടുള്ള ഹോസ്റ്റലിലത്തെ മസാല എന്ന് പറയുന്ന മുളകിട്ട ഒരു മസാല കിഡിലും ടേസ്റ്റാണ് കേട്ടോ. ആ മസാലയും നമ്മുടെ കപ്പയുടെ മസാലയും അതുപോലെ തന്നെ അയല കുറച്ച് നെയ്യുള്ള ടൈപ്പ് അയലയായിരുന്നു. ആ നെയ്യും എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് കേട്ടോ. ഇനി ഇതൊന്നുമല്ല, നമുക്കിനി അടുത്തത് എടുക്കാം. നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ് ഇനി ഇതിലും പൊളി. രണ്ടും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ലാസ്റ്റാണ് റിസൾട്ട് പറയുന്നത്. ഇപ്പം നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള മീനിൽ കപ്പ നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാം. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ് എത്രമാത്രമാണെന്നല്ലേ. അതുപോലെ തന്നെ ഇതും കിഡിലും ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ബേക്കായിട്ട് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ മസാല നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളത് കുറച്ച് നെയ്യുമായിട്ട് മിക്സ് ആയിട്ടുള്ള രീതിയിലും. രണ്ടും നല്ല കിടുക്കാച്ചി ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്കിത് ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇനി തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ബേക്ക് ചെയ്തിട്ടുള്ള രീതിയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ദോശക്കല്ല് ചൂടാക്കിയിട്ട് 2 വാഴയില ഇടണം കേട്ടോ. 2 വാഴയില ഇട്ടിട്ട് വെളിച്ചെണ്ണ തൂത്തിട്ട് നമ്മൾ ഈ മീൻ അങ്ങ് പൊതിഞ്ഞെടുക്കണം. നമ്മൾ പൊതിച്ചോറൊക്കെ അങ്ങ് പൊതിഞ്ഞെടുക്കുന്ന രീതിയിൽ അങ്ങ് പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് ഒന്ന് കെട്ടിയതിന് ശേഷം ഈ ദോശക്കല്ലിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും വെച്ച് ഇതൊന്ന് ചുട്ടെടുക്കണം. അതായത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തന്നെ ചുട്ടെടുക്കണം. സിമ്മിലിട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ല കിഡിലും ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ബേക്കിംഗ് പോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും വീട്ടിൽ കേട്ടോ. ഈ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടിപ്പോയി, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വന്നതുകൊണ്ടാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്ന് കാണണേ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ആദ്യാരിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.